ശ്യാമസന്ധ്യേ സൂര്യനെവിടെ സൂര്യകാന്തി ദേവനെവിടെ കൽപ്പാന്തമേഘങ്ങൾ കലിതുള്ളിയാർക്കുമ്പോൾ സ്വയം തളർന്നെങ്ങുപോയി ശ്യാമസന്ധ്യേ സൂര്യനെവിടെ ഇരുളിൻ്റെ കൈവിലങ്ങിൽ പകലെന്ന വ്യാമോഹം അറിയാതെ വീണടിഞ്ഞോ പറയാതെ വേർപിരിഞ്ഞോ ഇരുളിൻ്റെ കൈവിലങ്ങിൽ പകലെന്ന വ്യാമോഹം അറിയാതെ വീണടിഞ്ഞോ പറയാതെ വേർപിരിഞ്ഞോ പിടയുന്നുവോ ശ്യാമസന്ധ്യേ സൂര്യനെവിടെ യാത്രകൾ തീർത്ഥയാത്ര വചനങ്ങൾ സംഗീതം എങ്ങും നിറഞ്ഞ ദൈവം എന്നാലും ദൂരെയാണോ യാത്രകൾ തീർത്ഥയാത്ര വചനങ്ങൾ സംഗീതം എങ്ങും നിറഞ്ഞ ദൈവം എന്നാലും ദൂരെയാണോ കേഴുന്നുവോ ശ്യാമസന്ധ്യേ സൂര്യനെവിടെ സൂര്യകാന്തി ദേവനെവിടെ കൽപ്പാന്തമേഘങ്ങൾ കലിതുള്ളിയാർക്കുമ്പോൾ സ്വയം തളർന്നെങ്ങുപോയി ശ്യാമസന്ധ്യേ സൂര്യനെവിടെ എന്താ മുണ്ട കൊടുത്ത് സൂപ്പറായിട്ടുണ്ട്. യശ് ആദ്യമായിട്ടാ സാർ ആദ്യമായിട്ടാണോ? ഞാൻ വിചാരിച്ചത് എന്താ മുണ്ടെടുത്തോണ്ട് വന്നത്. അല്ല, അങ്ങനെ ചെയ്യുമല്ലോ. കാരണം ഓൾറെഡി ഇവിടെ ഒരു പബ്ലിസിറ്റി ആയല്ലോ. അമ്മ വന്നു, അച്ഛൻ വന്നു, ഇനി മുണ്ടെടുക്കുന്നു.
താടി വെക്കുന്നത്. യശിന്റെ ലുക്ക് ആകെ മാറി കേട്ടോ. സത്യം. എനിക്കും ആ ചേഞ്ച് ഇഷ്ടപ്പെടുന്നു ശരിക്കും. നല്ലതാണ്, നല്ലതാണ്, വെരി ഗുഡ്. സ്റ്റേജിൽ മുണ്ടെടുത്ത് കയറാൻ ടെൻഷൻ ഉണ്ടായോ? എന്തിന് എന്ത് ചോദ്യമായത്? അത് മുണ്ടില്ല. ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? അതല്ല, മുണ്ടില്ലാതെ എന്തിനാ കയറാൻ. മുണ്ടെടുത്തെന്ന് ചോദിച്ചു ആദ്യം. ഇപ്പൊ രണ്ടാമത് ചോദിക്കുന്നത് സ്റ്റേജിൽ കയറാൻ ടെൻഷൻ ഉണ്ടോന്ന് മുണ്ടെടുത്തോണ്ട്. മുണ്ടെടുത്ത ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു എടാ, യശിനെ. മുണ്ടില്ലാതെ കയറാനല്ലേ ടെൻഷൻ. മുണ്ടെടുക്കുന്ന സമയത്തേ ഞാൻ റൂമില് അടിയിലേക്ക് എടുക്കുന്നുണ്ട് കുറച്ച്. എന്തിനാടാ? അല്ല മോനെ മഹാ മോശമായി പോയി. അവൻ മുണ്ടെടുക്കുമ്പോ നീ അതിന്റെ എന്തിനാ അടിക്കടിക്കുന്ന കട്ടിലിന്റെ അടിയിൽ കിടന്നേ? അല്ല എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടു. എന്തിനാണ് കട്ടിലിന്റെ അടിയിൽ കിടന്ന അവൻ മുണ്ടെടുത്തപ്പോ? അത് മാത്രം അറിഞ്ഞാൽ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അല്ല ഫുഡ് റൂമിൽ കഴിച്ചോ എന്ത് കഴിച്ചാലും കട്ടിലിന്റെ അടിയിൽ കയറി കിടന്നത് എന്തിനാ? ഫുഡ് കഴിച്ചതൊക്കെ മുണ്ടടിക്കുന്ന സ്ഥലത്ത് നിനക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ റൂമിൽ ഇരിക്കായിരുന്നേ. അപ്പണ്ട് യേശു വരുന്നു. അപ്പൊ യേശു കഷ്ടപ്പെട്ട് മുണ്ടെടുക്കാൻ നോക്കണ്ട. അതിന്റെ മുണ്ട് അവിടെ ഒരു വെച്ചിട്ട് ഒരു പാൻറ്റൊക്കെ വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വൈറ്റ് പാൻറ്റൊക്കെ മുറുക്കി കെട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ യേശു പാൻറ് ഇങ്ങനെ മുറുക്കി കെട്ടണ? മുണ്ട് ആദ്യമായിട്ട് എടുക്കണ്. അടിയിൽ ഇത് ഇട്ടില്ലെങ്കിൽ ഊരിപ്പോയാൽ എന്ത് ചെയ്യും? എന്നോട് ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിച്ചു. അതിനടിയിൽ പാൻറ് ഉണ്ടല്ലോ. അതിന്റെ അടി പാൻറ് ഇട്ടുണ്ട്. ഒരു ധൈര്യത്തിന് വേണ്ടിട്ടാണ് അല്ല ഒന്ന് മടക്കി കെട്ട്. അപ്പൊ പിന്നെ കട്ടില്. മാറ്റി കാണിച്ചു. സ്റ്റൈലില് മുണ്ട് മടക്കി അല്ല കുത്തും. പക്ഷെ വേറെ കാര്യമുണ്ട്. സ്റ്റൈലില് വേണമെങ്കിൽ കാരണം വ്യത്യസ്തനാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുണ്ട് മടക്കി കഴിഞ്ഞാൽ സംഭവമായിരിക്കും. യശിന് ബീജി തരും. ആ സവാരി ഗിരിഗിരി. മോനെ ഇത് പാന്റ് അല്ലല്ലോ. അത് പാന്റും അല്ല ഷഡ്ഡിയും അല്ലാത്തൊരു സാധനം. ഹാഫ് പാൻസ്. പക്ഷെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് പാന്റ് അല്ല, മറ്റേ പെണ്ണുങ്ങളൊക്കെ ഇടുന്ന ഉണ്ടല്ലോ, ലെഗിൻസ് ആണെന്നാണ് എനിക്ക്. കുർത്തയുടെ പാന്റ് വലിച്ചു കയറ്റുവാണോ? അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് അതെ തോന്നുന്നില്ല. അതെ അതെ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? MG ശ്രീകുമാർ സർ. ആ, wow. നല്ലൊരു പാട്ട്. കാരണം വെച്ചാൽ ദ കമ്പോസിഷൻ ഈസ് ബ്യൂട്ടിഫുൾ. പാടാൻ പ്രയാസമാണ്, പറയേണ്ട കാര്യമില്ല. അണ്ണാച്ചിയുടെ പാട്ടാകുമ്പോഴത്തേക്ക് ഒന്നീ വളരെ എളുപ്പം, ഇല്ലെങ്കിൽ പ്രയാസം. ഇത് ഡിഫിക്കൽട്ട് സോങ് ആണ്. നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസം, നല്ല ശബ്ദമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സുഖം. അതായത് ശ്യാമസന്ധ്യേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സുഖമുണ്ട്. പിന്നെ ദാസേട്ടനൊക്കെ ഇന്ത്യയെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു 1.5 ഇന്ത്യയെ, 1.5 അല്ല, ഒരു 100 ഇന്ത്യയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് പാടാവോ? ചുമ്മാ ഇന്ത്യേ എന്നുള്ള ഒന്ന് ബലപ്പിക്കാവോ? ശ്യാമസന്ധ്യേ. അയ്യോ അത്രയും വേണ്ട. ഇന്ത്യേ എന്ന് പറയുമ്പോഴേ അത് വരരുത്. ഇന്ത്യേ ഇന്ത്യേ. ശ്യാമസന്ധ്യേ. അതൊക്കെ കൊള്ളാം, നന്നായിരുന്നു. ഞാൻ ചുമ്മാ നോക്കിയതാ, കാരണം ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ അത് മൈക്ക് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലോ വരും. അല്ലാതെ എടുക്കാൻ പറ്റും. റെക്കോർഡിങ്ങിലൊക്കെ നന്നായിരിക്കും, നല്ല വോയിസ് ആയിരിക്കും റെക്കോർഡിങ്ങിൽ. ഇതൊന്ന് പാടാവോ? ഇരുളിന്റെ കൈവിലങ്ങിൽ. ഇരുളിന്റെ കൈവിലങ്ങിൽ. അതാണോ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം. കൈവിലങ്ങിൽ. ആ കറക്റ്റ്. ആ പിന്നെ പഠിക്കൂ. പകലെന്ന വ്യാമോഹം. അത്രയും മതി. വ്യാമോഹം അടുത്ത് അറിയാതെ അതാണ് അറിയാതെ. അറിയാതെ വീണടിഞ്ഞോ. പറയാതെ വേർപിരിഞ്ഞോ. സാബാഷ്. ഇരുളിന്റെ കൈവിലങ്ങിൽ പകലെന്ന വ്യാമോഹം. ശരി. അറിയാതെ വീണടിഞ്ഞോ. പറയാതെ വേർപിരിഞ്ഞോ. പിടയുന്നുവോ. ഈ അക്ഷരങ്ങളുടെ ഇത് മാത്രം ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. ഇവിടെ മാത്രമായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്, നല്ല കമ്പോസിഷൻ, മോൻ പാടിയത് കൊള്ളാം, ഓർക്കസ്ട്രേഷൻ, എല്ലാവരും എല്ലാം എവറിത്തിങ്. പിന്നെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ആ, കോറസ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. യശ് സർ. ഉഗ്രൻ സോങ് സെലക്ഷൻ. യശ് താങ്ക് യു സോ മച്ച് സർ. വേണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തിനും ഇങ്ങേരുടെ പാട്ടൊക്കെ എടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അതെ.
യശ് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള റെൻഡറിങ് ആയിരുന്നു യശ്. അത് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ, താങ്ക് യു സർ. ഭയങ്കര രസമാണ് ഈ പറഞ്ഞാൽ ഇതിനകത്ത് കയറിയാലാണ് നമുക്ക് ഇതിന്റെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു പിന്നെ ന്യൂവാൻസസ് ഒക്കെ നമുക്ക് മനസ്സിലാവണം. എസ്പെഷ്യലി ഇതിന്റെ ബീജിൽ ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കൈയടി നമ്മൾ കൊടുക്കണം. എനിക്ക് ഇപ്പം ഇരുളിന്റെ കൈവിലങ്ങിൽ അത് പിന്നെ ശ്രീകുട്ടൻ ചേട്ടൻ പാടിച്ചു. പിന്നെ ഈ അറിയാതെ പറയാതെ അതൊന്നും ആകാരം ഒന്ന് കൃത്യമായിട്ട് വരണം. ഓവർ ഫീൽ കൊടുക്കുന്ന പോലെ ഒരു തോന്നൽ വരുന്നു, അതിനാവശ്യമില്ല. അപ്പൊ അത് വർക്ക് ചെയ്യണം. യു വിൽ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് കേട്ടോ. ഓക്കെ സർ. കേട്ടാ, വേറെ ഒന്നുമില്ല. ഇനി ഇദ്ദേഹമാണ് പറയേണ്ടത്, മാസ്റ്റർ, ഈ പീസിന്റെ മാസ്റ്റർ പീസ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി യശ്. ഭയങ്കര സോൾഫുൾ ആയിട്ട് റെൻഡറിങ് ആയിരുന്നു. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു താങ്ക് യു ഷാനിക. മാസ്റ്റർ പീസ് ശരത് സാർ. അപ്പൊ നിനക്ക് ഞാനൊരു പീസാണ് അല്ലേ? പാറു, യെസ്. നിന്റെ ഒരു അഭിപ്രായം കേൾക്കട്ടെ. നിന്നെ ഈ പാട്ടിനെ പറ്റി ഒരു 2 വാക്ക് വേണോ? എന്തെങ്കിലും പറയുമല്ലോ അവിടെ വായി തോന്നിയത് കേക്കാം. സാർ ഭയങ്കര നല്ലൊരു പാട്ടാണ്. ഭയങ്കര നല്ലൊരു ഭയങ്കര ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭീകരം എന്നാണ്. അല്ല. പേടിപ്പെടുത്തുന്നതാണ് അർത്ഥം. നല്ലൊരു പാട്ടാണ് സാർ. അതെല്ലാവർക്കും അറിയാം. സാഗരം സാക്ഷി എന്ന് പറയുന്ന അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. നല്ലൊരു പാട്ടിനെ കുറിച്ചാ പാട്ടാണ് പറയണ്ടേ? സാർ. ശരത് സർ കമ്പോസ് ചെയ്തതാണ്. സത്യമായിട്ടും യശ് ഈ പാട്ട് പാടുമ്പോ ഞാൻ അവിടെ അജലിനോട് ചോദിച്ചു പേടിയാവുന്നു അല്ലേ? അല്ലേ? പേടിയാവുന്നു. ഞാൻ അവനോട് പറഞ്ഞു എന്താല്ലേ എന്നൊക്കെ. ആ ഫസ്റ്റത്തെ ആ ഒരു സംഗതിയൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ അവനോട് ചോദിച്ചു. യശേ, സർ, എന്തൊക്കെയായാലും എൻ്റെ പാട്ടെടുത്ത് പാടിയതിൽ എനിക്ക് കുറേ സന്തോഷം. താങ്ക് യു സോ മച്ച്. കാര്യം ഒന്നാമത് പ്രത്യേകിച്ച് ആരും ഈ ഒരു പാട്ടൊന്നും ആരും പാടി കേട്ടിട്ടേ ഇല്ല. അപ്പം അതും കുറേ സന്തോഷം. താങ്ക് യു സർ. കാര്യം നമുക്ക് ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു ചിത്രത്തിൻ്റെ പല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പറ്റിപ്പോകുന്ന മമ്മൂക്കായ്ക്ക് അതാണ് ഈ ഫിലിം. പലരാലും പറ്റിക്കപ്പെടുകയും അവസാനം ഗത്യന്തരമില്ലാതെ കുടുംബത്തിനെ അവരെ കളഞ്ഞിട്ട് പോകേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഫിലിമാണ്. അപ്പം ഞാൻ ആ കൺഫ്യൂഷൻസ് എല്ലാമാണ് ഈ അറേഞ്ച് ചെയ്തപ്പം ഈ ഓർക്കസ്ട്രേഷനിൽ ചെയ്തേക്കുന്നത്. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇവർക്ക് എനിക്ക് എൻ്റെ അടുത്ത് ഭീകര ദേഷ്യമാണ് അമ്മമാർക്ക്. പാച്ചൊക്കെ ഇതാണോ പാട്ട്? രാവിലെ യശ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെടുത്ത് കഴിക്കും, അവർക്ക് കൊടുക്കും. അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരത്തെ നിശാന്ത് ചോദിച്ചോടാ ഒരു സ്വീറ്റ് ഇതാ. ചിലപ്പം ശ്യാമസന്ധ്യ കഴിഞ്ഞ ചിലപ്പോൾ ഞാൻ അത് കഴിക്കാൻ കാണൂല. അത്രയ്ക്ക് ടഫായിട്ടുള്ള. ഇല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ഓർക്കസ്ട്ര. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, സൂപ്പർ. അപ്പോൾ എനിക്ക് കുറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്തോ സാർ എന്ത് പറഞ്ഞു ഈ പാട്ട്? അല്ല, ദാസേട്ടൻ ഇതൊക്കെ ഒന്ന് അസാധ്യമായിട്ട് കാര്യം കുറേ ഇഷ്ടമായി ദാസേട്ടൻ ഞാനിത് പാടുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാസേട്ടൻ ഈ അണ്ണാ ഈ ഫസ്റ്റ് ഈ ചരണത്തിൽ അതെന്താണ് ഇത് ഒന്ന് ശ്രുതി തരുമോ? ഇരുളിന്റെ കൈവിലെങ്കിൽ പകലെന്ന വ്യാമോഹം. ഇരുളിന്റെ കൈവിലങ്ങിൽ ഇത്. അപ്പൊ അത് ഒന്ന് യാത്രകൾ തീർത്ഥയാത്ര അതേ ഉള്ളൂ. ഒന്ന് എന്താ അത്രേ ഉള്ളൂ. ഇവിടെ അത് ഏതെങ്കിലും ഒന്ന് വെച്ചാൽ പോരെ. ഞാൻ ദാസേട്ട അല്ല, ഇത് വന്നാൽ അത് കുറച്ചും കൂടെ അത് കണക്ട് ചെയ്യും എനിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ചേഞ്ചും അത് തന്നെ റിപ്പീറ്റ് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ബ്യൂട്ടിഫുള്ളാണ് അന്ന് പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിച്ച് 2 തവണ ദാസൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഈ ഒരു പാട്ടിൻ്റെ സമയത്ത്. പിന്നെ എൻ്റെ സിന്ദൂരരേഖയിലെങ്ങോ എന്നുള്ള അത് ഒരു ചിത്ര ചേച്ചി പാടിയേക്കുന്ന ഷഡ്ജമല്ല ദാസേട്ടൻ പാടുന്നു. ആ ടോണിക്ക് ദൈവതമാണ്. ഇപ്പം എനിക്കറിയാം ഇത് അവിടെ പോയിട്ട് പറഞ്ഞാൽ വലിയ ഭീകര വഴക്കുണ്ടാവും, അടിയുണ്ടാവും എന്നുള്ളത്. ഇപ്പം ഞാൻ ദാസേട്ടനെ അതിൻ്റെ 2ാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ദൈവത ഷഡ്ജം വെച്ച് തന്നെ മൊത്തം പാട്ടും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാസേട്ടൻ അത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പാടിക്കഴിഞ്ഞിട്ട് ദാസേട്ടന് മനസ്സിലായി ഞാനിതാ ചെയ്തേക്കുന്നതെന്ന്. എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പം ഓ അങ്ങനെ ചോദിച്ചിട്ട് എന്നെ പിടിച്ചൊരു ഉമ്മ തന്നു എനിക്ക് ദാസേട്ടൻ. അത് കുറേ സന്തോഷം. അത് മാത്രമല്ല, മോനെ എനിക്കൊരു ആൽബം ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു 10,000 rupees ക്യാഷും തന്നു ദാസേട്ടൻ. പക്ഷെ ദാസേട്ടൻ അത് മറന്നുപോയി. ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ പലിശ അടക്കം തിരിച്ച് ചോദിക്കും വേണ്ട.
ഞാനത് നേരെ ശരവണ ഭവനിൽ കൊണ്ട് കൊടുത്തു, കുറച്ചോളം പറഞ്ഞു കഴിക്കുന്ന ഫുഡ്. എന്തായാലും ഏറെ ചെയ്യാത്തൊരു പരിപാടിയിൽ പറഞ്ഞത് കൊണ്ട് നന്നായി. അതെ. ആരും അറിയില്ല. അപ്പൊ എന്തൊക്കെയാലും ആ ദാസേട്ടനെ പോലെ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദം ആ സ്പീക്കേഴ്സിൽ വരുമ്പോ നമുക്ക് കിട്ടുന്ന പണ്ണം പറഞ്ഞ സന്ധ്യയൊക്കെ അയ്യോ ഒരു ഭീകരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. യക്ഷ മനോഹരമായിട്ട് പാടി, താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ട്. താങ്ക് യു സർ. ഓക്കെ. ആ എൻ്റെ മാത്രം കുറച്ച് ക്ലാരിറ്റി ആവാമായിരുന്നു. ഒന്ന് പാടാം മേഷേ. കേഴുന്നുവോ ഓ അത്രേ ഉള്ളൂ. correct. നൈസ് നൈസ് സൂപ്പർ. അത്രേ ഉള്ളൂ യക്ഷേ. ഇതൊക്കെയാലും മനോഹരമായിട്ട് പാടി യക്ഷ്. യക്ഷ് നിന്ന് പാടുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ യക്ഷ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ എന്താ പറയണ്ടേ പ്രകടമായി മനസ്സിലാവുന്നുണ്ട്. കാരണം അതിലൊക്കെ വർക്ക് ചെയ്യുന്ന യക്ഷ് എന്നുള്ളത് അതിൽ കുറേ സന്തോഷം. ഇതെനിക്ക് കുറേ ഇഷ്ടമായി യക്ഷ് പാടിയത് കേട്ടോ. താങ്ക് യു സോ മച്ച്. എനിക്ക് യഷിൻ്റെ അടുത്തുള്ള ആകെ ഉള്ള ഒരൊറ്റ അഡ്വൈസ്, അത് യഷിന് എന്താണ് അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് പോവാം. നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആരെങ്കിലും റൂമിലുണ്ടോ എന്ന് നോക്കണം. പ്രധാനമായി കാരണം സത്യം പേടിച്ചു. അല്ല ഞാൻ സത്യമാ പറഞ്ഞ. താങ്ക് യു സർ. ചേച്ചി മാം, യശ് മറ്റൊന്നും പറയാനില്ല. കാരണം ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്കിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ശരത് സർ മനോഹരമായ കോമ്പോസിഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ കോമ്പോസിഷൻ. പിന്നെ യശ് യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്. താങ്ക് യു മാം. ഉഗ്രൻ ശബ്ദമാണ്. എനിക്ക് യഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, യശ് മലയാളം അങ്ങനെ വലിയ വശമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അത് താങ്ക് യു സോ മച്ച് മാം. പല ഭാഗങ്ങളിലും ആ ഫീൽ കൊടുത്തത് അതിൽ ഒരു പക്കാ മലയാളം അറിയാവുന്ന ഒരാൾ പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ പറയാതിരിക്കാൻ വയ്യ. യു കീപ് വർക്കിംഗ് ഓൺ ഇറ്റ്. എന്തായാലും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ഇനിയും ഒരുപാട് ശരിയാക്കാനുണ്ട്. പക്ഷെ എന്നാൽ ഈ പാട്ടിനകത്ത് യശ് ഒരു നല്ല ഫീല് കൊടുത്തിരുന്നു. ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഒരുപാട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാം. യു ആർ എൻ ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് സിംഗർ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. ഇതുപോലത്തെ പാട്ടുകൾ ഇനിയും പാടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. യക്ഷേ യെസ് സർ. 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക ഓക്കെ. എം ജി സർ 6.2. തിരിച്ചിടാൻ പറയുമായിരിക്കും. 2.6. മഞ്ചരിക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ 6 തിരിച്ചിടാനായിരിക്കും. ഓ ഓ 9.2. 9.2. ക്രിയേറ്റീവ്. ഓക്കെ ചേച്ചി 9.3. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 27.8. സൂപ്പർ. ഓക്കെ.